friends, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു ടെക്സ്റ്റ് ടു കോളംസ് എന്നുള്ള ഒരു മെത്തേഡ് അല്ലേ. അതെന്തായിരുന്നു? അതെന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിനെ, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ടെക്സ്റ്റ് കോളംസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് വേർഡ് എന്നൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ മിക്കവാറും നമുക്ക് കോളംസിലൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക അല്ലേ. അപ്പോൾ എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തതും ആയിക്കോട്ടെ അതിനെയൊക്കെ നമുക്ക് കോളംസിലേക്കായിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള ടെക്നിക്കായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ഐക്കാർഡിൽ ലിങ്ക് ഇടാം, കണ്ടു നോക്കുക. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പലപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ നീറ്റായിരിക്കില്ല. അതായത് നമുക്ക് സ്പേസ് ഉണ്ട്, അൺവാണ്ടഡ് സ്പേസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ചില റോസ്, ചില കോളംസ് അല്ലെങ്കിൽ സെൽസ് ഇതൊക്കെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ബ്ലാങ്ക്സിനെയൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കുറേ റോസ് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുമ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓരോരോ റോസും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും വലിയ ഡാറ്റയൊക്കെ ഉള്ള സമയത്ത് അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എവിടം വരെയാണോ ഡാറ്റ ഉള്ളത് അത് കംപ്ലീറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഹോം ടാബിൽ ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഗോ ടു സ്പെഷ്യൽ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിൻഡോ ആണ് നമുക്ക് കിട്ടുക. നമുക്കിപ്പോൾ ബ്ലാങ്ക്സ് ആണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്ലാങ്ക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിച്ചു കൊടുക്കുക. ദെൻ നമ്മുടെ ബ്ലാങ്ക്സ് ഒക്കെ തന്നെയും സെലക്ട് ആയിട്ടുണ്ടല്ലേ. ഇനി എന്ത് ചെയ്യണം? ഒന്നുകിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺട്രോൾ കീയും മൈനസും കൂടി പ്രസ് ചെയ്യുക, കൺട്രോൾ ആൻഡ് മൈനസ്. അപ്പോൾ ഡിലീറ്റിനുള്ള ഈ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഷിഫ്റ്റ് സെൽസ് അപ്പ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ എല്ലാ ബ്ലാങ്ക്സും റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലാങ്ക് റോസും കോളംസും ഒക്കെ റിമൂവ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ടിപ്പ് നമ്പർ 2 എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ സ്റ്റാറ്റസ് എന്നുള്ള ഈ കോളം നിങ്ങൾക്ക് കാണാം അല്ലേ. ഇതിൽ ഫുൾ ടൈമിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്, ഒറ്റ സ്പേസ് അല്ല ഉള്ളത് അല്ലേ, അതിലും കൂടുതൽ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാഫ് ടൈമിൽ കാണാം, ഫ്രണ്ടിലും സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ മിഡിലും കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ താഴേക്കൊക്കെ കാണാൻ നിങ്ങൾക്ക് കുറേ സ്പേസസ് ഉണ്ട് അല്ലേ. സോ അതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ പറയാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ട്, അതായത് എവിടെയാണോ നമ്മുടെ സ്പേസ് കിടക്കുന്ന കോളം ഉള്ളത് അതിൻ്റെ അടുത്തൊരു കോളം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, നമ്മുടെ കോളം ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ടു അടിക്കുക, ട്രിം എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാരന്തസിസ് ഓപ്പൺ ചെയ്യുക. ഇനി ഏത് സെല്ലിൽ നിന്നാണോ നമുക്ക് സ്പേസ് റിമൂവ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടോ, ഫുൾ ടൈം എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അധികമുള്ള സ്പേസ് ഒക്കെ അങ്ങ് പോയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ സെൽസിലും പോയിട്ട് ഈ ഫോമുല ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫിൽ ഹാൻഡിൽ കാണുമ്പോൾ നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മിഡിലുള്ളതും ഫ്രണ്ടിലുള്ളതും, ഇവിടെ ഹാഫ് ടൈമിന് ഫ്രണ്ടിലൊക്കെ സ്പേസ് ഉണ്ട്, അതൊക്കെ റിമൂവ് ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ നമ്മുടെ ഡാറ്റ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് 2 കോളംസ് ഉണ്ട് അല്ലേ, സെയിം ഡാറ്റയുള്ള 2 കോളംസ് ഉണ്ട്. അപ്പോൾ ഒന്നേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നമുക്ക് സ്പേസ് ഉള്ള ഈ ഒരു കോളം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് വരുന്നത് എററാണ് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ഈ ഒരു കോളം കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റേ കോളത്തിനെയാണ് അല്ലേ. കാരണം നമ്മൾ ഫോമുല യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കൺട്രോൾ Z അടിക്കുകയാണ്. അപ്പോൾ അതിനൊരു ടെക്നിക്ക് ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഈ കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ഈ കോളം മാത്രം സെലക്ട് ചെയ്യാൻ? നിങ്ങൾക്ക് കേഴ്സർ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അതല്ലാണ്ട് എന്താണ്, ഷിഫ്റ്റും ഡൗൺ ആരോവും യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്നത്രയും സെൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ കൺട്രോൾ C കോപ്പി ചെയ്യാണ്, കൺട്രോൾ C അടിച്ചു കൊടുത്തു. ദെൻ നമ്മുടെ കേഴ്സർ ഈ സെല്ലിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ എടുക്കേണ്ടത് പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വിൻഡോ ആണ് കിട്ടുക. ഇതിൽ നമ്മൾ വാല്യൂസ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഈ കംപ്ലീറ്റ് ഡാറ്റയും, അതായത് സ്പേസ് ഇല്ലാണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത ഡാറ്റ കംപ്ലീറ്റും ഇവിടെ വന്നു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കോളം സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും ഓർഗനൈസ് ആയിട്ടുണ്ട്. അൺവാണ്ടഡ് സ്പേസ് പോയി, അൺവാണ്ടഡ് റോസ് പോയി അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡാറ്റ, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.